മുനമ്പം വിഷയത്തിൽ ആ പത്രങ്ങളൊക്കെയും അവരെഴുതിയ മുഖപ്രസംഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പേരു പറഞ്ഞു തന്നെ നമുക്ക് പറയാം. ദീപിക കഴിഞ്ഞ കുറെ നാളുകളായി കേരളീയ സമൂഹത്തിന്റെ നടുവിൽ ഛർദ്ദിച്ചു വെക്കുന്നത് ഒന്നാം തരം വർഗീയ അജണ്ടയാണ് എന്ന് ഈ സമരം ഓർമ്മപ്പെടുത്തുകയാണ്. ആ ദീപിക ഉൾപ്പെടെയുള്ള പത്രം നടത്തുന്ന മാനേജ്മെന്റുകൾ അതിലൂടെ ലക്ഷ്യം വെക്കുന്നത് മുനമ്പത്ത് താമസിക്കുന്ന ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ ഉന്നമനമല്ല, ഏതൊക്കെയോ അധികാരികളെ തൃപ്തിപ്പെടുത്താനുള്ള ശ്രമമാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം ഈ സമൂഹത്തിനുണ്ട് എന്ന് സകല പത്രമാധ്യമങ്ങളോടും നമുക്ക് പറയാനുണ്ട്. ദീപികയിൽ വന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങളുടെ പ്രശ്നം എന്താണ്? പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമങ്ങളെ അതിലേക്ക് വലിച്ചിടുന്നു. എപ്പോഴാണ് ഇസ്ലാം അതിൻ്റെ ഇടയിലേക്ക് ചെന്നത്? മുസ്ലിങ്ങൾ അതിൻ്റെ ഇടയിലേക്ക് ചെന്നത്? നിങ്ങൾ കരമടയ്ക്കരുത് എന്ന് പറഞ്ഞത് നമ്മളല്ല, നിങ്ങൾക്ക് EMI തരരുത് എന്ന് പറഞ്ഞത് നമ്മളല്ല, ഈ രാജ്യത്തെ നിയമവും നിയമ സംവിധാനങ്ങളും ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ നടുത്തളത്തിലേക്ക് ഒരു വിശ്വാസി സമൂഹത്തെ വലിച്ചിട്ടു എന്ന് മാത്രമല്ല, മതത്തിന്റെ നിയമങ്ങളെ വളച്ചുകെട്ടി അവതരിപ്പിക്കുന്ന ഒരു ശൈലിയിലേക്കാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മുടെ കേരളത്തിന്റെ പരിസരത്ത് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന പത്രങ്ങളും പ്രഭാഷണങ്ങളും നടക്കുന്നത്. ഓ പ്രിയപ്പെട്ട ക്രൈസ്തവ സമൂഹത്തിലെ ഉന്നത പാതിരിമാരുൾപ്പെടെയുള്ളവർ, വ്യക്തിപരമായി പലരുമായും എനിക്ക് ബന്ധമുള്ളവരാണ്. ഞാൻ അവരോടൊക്കെയും പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ആവർത്തിച്ചു പറയുന്നു, കളവ് പറയരുത്. കളവ് പറയുന്നവന്റെ അപ്പൻ സാത്താനാണെന്നാണ് ബൈബിൾ പറയുന്നതെങ്കിൽ ഈ അടുത്ത കാലത്ത് നിങ്ങൾ പറഞ്ഞ ഏറ്റവും വലിയ കളവുകളിലൊന്ന് അത് മുനമ്പവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സമൂഹത്തെ ശിഥിലീകരിക്കാൻ പള്ളികളുടെ ഉള്ളിൽ നടത്തിയ പ്രഭാഷണങ്ങൾ ഉൾപ്പെടെയുള്ളത് സമൂഹത്തിന്റെ നടുത്തളത്തിൽ വലിയ ഛിദ്രതകൾ സൃഷ്ടിക്കുമ്പോഴാണ് വർഗീയത പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പണ്ഡിത സമൂഹവും ഈ സാധാരണക്കാരും രംഗത്തേക്ക് വരുന്നത്. ഇന്നലെയോ മിനിഞ്ഞാന്നോ ഒരു പ്രസ്താവന കണ്ടു. മുനമ്പത്തെ സമരപ്പന്തലിലെത്തുന്ന പല ആളുകളും വ്യത്യസ്തങ്ങളായ പ്രസ്താവനകൾ നടത്താറുണ്ട്. എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നടത്തുന്ന പ്രസ്താവനകൾ അത് ശ്രദ്ധിക്കുക തന്നെ വേണം. കാരണം ഇവിടുത്തെ മുസ്ലിം സമൂഹം, ആ മുസ്ലിം സമൂഹം ഒരു നാഥനില്ല, കളരിയല്ല, അല്ലെങ്കിൽ ആർക്കും വന്ന് ഓടിക്കേറി എന്ത് വില കുറഞ്ഞ അഭിപ്രായവും പറയാനുള്ള ഒരു ചാഞ്ഞ മരമല്ല. കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന തിരിച്ചറിവ് എല്ലാവരിലും ഉണ്ടാകണം. രണ്ടാമത് കോട്ടയം MP-യുടെ പ്രസ്താവന മിനിഞ്ഞാന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അവരടക്കം എല്ലാവരോടും നമുക്ക് പറയാനുള്ളത്, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന് വർത്തമാനം പറയുമ്പോൾ കൃത്യമായ വിഷയത്തെക്കുറിച്ചുള്ള ധാരണയുണ്ടാവുക. നിങ്ങളെ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുത്തത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ മാത്രം വോട്ടല്ല. ഇവിടുത്തെ മതേതര സമൂഹം, ഇവിടെ ജനാധിപത്യവും വർഗീയതയില്ലാതെ മതമൂല്യങ്ങൾ ഉൾക്കൊണ്ട് മനുഷ്യർ പരസ്പരം ഒന്നായിരിക്കണമെന്ന് ആഗ്രഹിച്ച മനുഷ്യരുടെ ഒക്കെയും വോട്ട് വീണിട്ടാണ് നിങ്ങളിൽ പലരും അവിടെ ഇരിക്കേണ്ടത്. നിങ്ങളുടെ ഭാഷ ഒരിക്കലും രാജ്യത്തെ വർഗീയവാദികളുടെ ഭാഷയാകരുത്, അത് മനുഷ്യരുടെ ഭാഷയായി മാറണമെന്ന് സർക്കാരിൻ്റെ ഭൂമി കയ്യേറിയതുണ്ട്. അതുപോലെ അവിടെ താമസിക്കുന്ന മനുഷ്യരെ കുറിച്ചുള്ള ഊതിപ്പെരുപ്പിച്ച കണക്കുകൾ വന്നിട്ടുണ്ട്. 650 എന്ന് പറഞ്ഞതിൽ നിന്ന് ഇന്ന് ഏകദേശം വഖഫ് സംരക്ഷണ സമിതിയൊക്കെ ഇടപെട്ടു തുടങ്ങിയപ്പോൾ 130 അത് കുറഞ്ഞിട്ടുണ്ട്. വഖഫ് സംരക്ഷണ സമിതിയുടെ പ്രവർത്തനങ്ങൾ അതുകൊണ്ട് വലിയ നേട്ടമുണ്ട് എന്നുകൂടി ഈ സമ്മേളനത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. 650 ആളുകൾ അവിടെ താമസിക്കുന്നു എന്ന് ആമുഖമെഴുതിയ, മുഖപ്രസംഗമെഴുതിയ, സംസാരം നടത്തിയ ആളുകൾ ഇന്ന് 138 കുടുംബങ്ങൾ എന്നതിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. 138 കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ അതിൻ്റെ മറുഭാഗത്തുള്ളവരോ, അവിടെയാണ് നമുക്ക് പറയാനുള്ളത്. ഈ 138 കുടുംബങ്ങളെയും ഈ സമരപ്പന്തലിലേക്ക് വലിച്ചിഴച്ച് അവരുടെ അവകാശങ്ങൾ പോലും നഷ്ടമാകുന്ന തരത്തിൽ ആ സമരങ്ങൾക്ക് ഫണ്ട് ചെയ്ത് അതൊരു മതവിഷയമാക്കി മാറ്റി തീർക്കാൻ ശ്രമിച്ചത് അവിടെയുള്ള മാഫിയകളാണ് എന്ന് പലപ്പോഴും നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. നമ്മൾ തീരുമാനമെടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഉറച്ചു മുന്നോട്ട് പോകാൻ ഒരുങ്ങുകയാണ്. ആരാണോ അത്തരം അജണ്ടകൾക്ക് പിന്നിലുള്ളത്, അവിടുത്തെ പാവങ്ങളായ മനുഷ്യരെ ചേർത്തു പിടിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ളത്. അതിനപ്പുറം അവിടെ സുഖവാസ കേന്ദ്രങ്ങൾ കെട്ടി അടയിരിക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ പിടിച്ചിറക്കുക തന്നെ ചെയ്യുമെന്ന് വിളിച്ചു പറയാൻ നമ്മുടെ സമരപ്പന്തകൾ നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. പാവങ്ങൾ അറിയാതെ വാങ്ങിപ്പോയവരുണ്ടാകാം, പ്രയാസപ്പെട്ടവരുണ്ടാകാം, ഒരുപാട് വിഷമങ്ങളും ത്യാഗങ്ങളും സഹിച്ചവരുണ്ടാകാം. അവരുടെ കണ്ണീരിനൊപ്പം തന്നെ നിൽക്കും, അവരെ ചേർത്തു പിടിക്കും. അതിനപ്പുറം അധികാരികളെ വിലക്കെടുക്കാൻ പാകത്തിൽ അവിടെ കെട്ടിപ്പൊങ്ങിയിട്ടുള്ള ബിസിനസ്സുകൾ അതിനെ ഒന്നൊന്നായി അഴിച്ച് താഴെ ഇറക്കാൻ കൂടിയാണ് മുനമ്പത്തെ സമരപ്പന്തലുകളിൽ നിന്നുയരുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഇടപാടുകളും സംഭാഷണങ്ങളും ഉണ്ടാകേണ്ടത്.
നിങ്ങൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കൂ. ആ സോഷ്യൽ മീഡിയയിൽ വഖഫ് സംബന്ധമായി വരുന്ന ചർച്ചകളിലൊക്കെയും പലരും പങ്കുവെക്കുന്നത് വഖഫ് സ്വത്ത് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ കണ്ണായ സ്ഥലങ്ങളെ ചൂണ്ടിക്കാണിച്ച് അതിൻ്റെ മേൽ ഉടമസ്ഥാവകാശം അവകാശപ്പെടുകയും അതിനെ പിന്നീട് അവരുടേതാക്കി മാറ്റിയെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ ഇരിക്കുന്ന ആളുകളുടെ മനസ്സിൽ പോലും ഇത്തരം ഒരു നരേഷൻ കടന്നു വന്നിട്ടുണ്ട്. അതിനെ മാറ്റേണ്ടത് ഒന്നാമതായ ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള നമ്മളും സമൂഹത്തിൽ ഇടപെടുന്നതിലൂടെ നമ്മുടെ വഖഫ് സ്വത്തുകളെ സംബന്ധിച്ച് അവരുടെ തെറ്റിദ്ധാരണകൾ മാറ്റേണ്ട ഉത്തരവാദിത്തം വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ ബാധ്യതയുമാണ്. നമുക്ക് വഖഫ് സ്വത്തുകൾ ഉണ്ടായത് ആരുടെയെങ്കിലും പിടിച്ചെടുത്ത സ്വത്തുകളല്ല. എത്ര വളച്ചുകെട്ടിയാലും എത്ര മുഖപ്രസംഗം എഴുതിയാലും എന്തെല്ലാം തരത്തിലുള്ള കളവുകളും നീചമായ ശ്രമങ്ങളും നടത്തി ഈ സമുദായത്തെ താറടിച്ചു കാണിച്ചാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനെതിരെ സംസാരിക്കുന്ന ആളുകളെ മുഴുവൻ വർഗീയവാദികളാക്കി ചിത്രീകരിക്കുന്ന ഒരിടപാടുണ്ട്. വർഗീയവാദിയാക്കി ചിത്രീകരിക്കുമെന്ന് വിചാരിച്ച് സത്യം പറയാതിരിക്കില്ല എന്ന തിരിച്ചറിവുണ്ടാകണം. വിളിച്ചു പറയുക തന്നെ ചെയ്യും. മുനമ്പത്തത് ശരിയായ വഖഫ് ഭൂമി തന്നെയാണ്. ആരാണ് പറയേണ്ടത്? ആ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് ആധാരം ചെയ്തവർ പറഞ്ഞില്ലേ ഇത് വഖഫാണ് എന്ന്. എത്ര സ്ഥലത്താണ് ആധാരത്തിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്? 2007 നിസാർ കമ്മീഷൻ പറഞ്ഞു കേരളത്തിൽ 600-ലേറെ ഏക്കർ വഖഫ് അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ടെന്ന്. അതിൻ്റെ ഓരോ തുണ്ടും തിരിച്ചു പിടിക്കും വരെ സമരം ചെയ്യുമെന്ന് നാം പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട്. കാരണം അത് നമ്മുടെ മുൻഗാമികൾ നമ്മെ ഏൽപ്പിച്ചു പോയതാണ്. അവരുടെ നീയത്ത് ആ ഭൂമിയിൽ സുജൂദ് ചെയ്യണമെന്നാണ്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഇവിടുത്തെ സമൂഹത്തിന് വളർച്ചയുണ്ടാകണമെന്നാണ്. അവരുടെ നീയത്ത് അവിടെ ബാർ ഉണ്ടാകണമെന്നല്ല, അവിടെ റിസോർട്ട് ഉണ്ടാകണമെന്നല്ല, അവിടെ ആയുർവേദ സ്പാകൾ ഉണ്ടാകണമെന്നല്ല. മുനമ്പം വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട വർഗീയ നുണപ്രചരണങ്ങൾക്കെതിരെ വഖഫ് സംരക്ഷണ വേദി പറവൂർ വൈപ്പിൻ മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച മുനമ്പം വഖഫ് 404.76 ഏക്കർ ഭൂമി കയ്യേറ്റം സത്യവും മിഥ്യയും എന്ന പ്രോഗ്രാമിലെ പൊതുസമ്മേളന വേദിയിൽ അൽ ഉസ്താദ് ഡോക്ടർ ഹാഫിൽ ജുനൈദ് ജൗഹരി അൽ ഹസനി, ചീഫ് ഇമാം, ആലങ്ങാട് ജുമാ മസ്ജിദ്, ഇദ്ദേഹം നടത്തിയ പ്രൗഢോജ്വല പ്രഭാഷണം നമുക്കിനി പൂർണ്ണമായി കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള വഖഫ് സംരക്ഷണ സമിതിയുടെ കർമ്മധീരരായ നേതാക്കൾ, വേദിയെ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട അലിയാർ ഉസ്താദ്, എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മുടെ ചുറ്റുപാടും ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ പ്രതിഷേധിക്കുവാൻ ഒന്നിച്ചു കൂടിയിട്ടുള്ളവരാണ് നമ്മൾ. നമ്മുടെ നിലപാടെന്താണ്, നയമെന്താണ് എന്ന് വിളിച്ചു പറയുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും എത്തിയിട്ടുള്ളത്. നമുക്കെല്ലാം അറിയുന്നതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ വഖഫ് ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ ചർച്ചയ്ക്കെടുക്കുകയും അനുബന്ധമായ കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും എന്ന് വാർത്താമാധ്യമങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ, മാറ്റങ്ങൾ, തിരുത്തലുകൾ ഇവയ്ക്കൊക്കെ വേണ്ടിയും നിയോഗിച്ചിരുന്ന സമയം അവസാനിച്ചതായും നമ്മൾ നോട്ടിഫിക്കേഷനുകളിലൂടെ അറിയുന്നു. അത്തരം ഒരു ബില്ല് പാസ്സായി വരുന്നതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പല സംഭാഷണങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഒന്നാമതായി, നമ്മുടെ ഭരണഘടന നമുക്കെല്ലാവർക്കും വെച്ചു നീട്ടുന്ന മതസ്വാതന്ത്ര്യവും മതത്തെ പ്രചരിപ്പിക്കുവാനും അതിൻ്റെ പോഷക സമൃദ്ധമായ മുന്നേറ്റത്തിനാവശ്യമായ ഇടപെടലുകൾ നടത്തുവാനും എല്ലാമുള്ള അവകാശം നമ്മുടെ ഭരണഘടന ഇന്ത്യ രാജ്യത്തെ ഓരോ പൗരനും നൽകുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മുസ്ലിം സമൂഹം നമ്മുടെ ആരാധനകളും ചിട്ടകളും നാമുമായി ബന്ധപ്പെട്ട വളർച്ചകളും വികാസങ്ങളും അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി എപ്പോഴും ഉപയോഗപ്പെടുത്തുന്ന വഖഫ് സ്വത്തുകൾ, നമുക്കെങ്ങനെയാണ് ഇത്രയേറെ വഖഫ് സ്വത്തുകൾ ഉണ്ടായത്? ഇന്ത്യൻ റെയിൽവേയും കരസേനയും ഒക്കെ കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ കണ്ണായിടങ്ങളിൽ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ നമുക്ക് വഖഫ് സ്വത്തുകളുണ്ട്. ഈ വഖഫ് സ്വത്തുകളെക്കുറിച്ച് വ്യാപകമായ തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്ന കാലത്ത് വിശ്വാസികളെന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതും സമൂഹത്തോട് പറയേണ്ടതുമായ ഉത്തരവാദിത്തമുള്ള ചില വർത്തമാനങ്ങളുണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കൂ.
ആ സോഷ്യൽ മീഡിയയിൽ വഖഫ് സംബന്ധമായി വരുന്ന ചർച്ചകളിലൊക്കെയും പലരും പങ്കുവെക്കുന്നത് വഖഫ് സ്വത്ത് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ കണ്ണായ സ്ഥലങ്ങളെ ചൂണ്ടിക്കാണിച്ച് അതിൻ്റെ മേൽ ഉടമസ്ഥാവകാശം അവകാശപ്പെടുകയും അതിനെ പിന്നീട് അവരുടേതാക്കി മാറ്റിയെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ ഇരിക്കുന്ന ആളുകളുടെ മനസ്സിൽ പോലും ഇത്തരം ഒരു നരേഷൻ കടന്നു വന്നിട്ടുണ്ട്. അതിനെ മാറ്റേണ്ടത് ഒന്നാമതായ ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള നമ്മളും സമൂഹത്തിൽ ഇടപെടുന്നതിലൂടെ നമ്മുടെ വഖഫ് സ്വത്തുകളെ സംബന്ധിച്ച് അവരുടെ തെറ്റിദ്ധാരണകൾ മാറ്റേണ്ട ഉത്തരവാദിത്വം വിശ്വാസികളെന്ന നിലയിൽ നമ്മുടെ ബാധ്യതയുമാണ്. നമുക്ക് വഖഫ് സ്വത്തുകൾ ഉണ്ടായത് ആരുടെയെങ്കിലും പിടിച്ചെടുത്ത സ്വത്തുകളല്ല. നമുക്ക് വഖഫ് സ്വത്തുകൾ ഉണ്ടായത് ഈ രാജ്യത്ത് ജീവിച്ചിരുന്ന നമ്മുടെ മുൻ തലമുറ പാരത്രികമായ മോക്ഷം ലക്ഷ്യമാക്കി വെച്ചുകൊണ്ട് അവരുടെ അടുത്ത തലമുറയുടെ വികാസത്തിന് പരിശുദ്ധമായ ദീനിനു വേണ്ടി സമർപ്പിച്ചതാണ് നമ്മുടെ നാടുകളിൽ ഇന്ന് നിലനിൽക്കുന്ന വഖഫ് സ്വത്തുകൾ. ഇസ്ലാമിൻ്റെ ഒരു ശൈലി തന്നെ അങ്ങനെയാണല്ലോ. പരിശുദ്ധമായ ദീൻ അപരൻ്റെ കണ്ണീര് തുടയ്ക്കാനും പാവങ്ങളെ കൈപിടിക്കാനും അതുപോലെ തന്നെ സ്വന്തം സ്വത്തിൽ നിന്ന് ആർജിച്ചെടുത്ത സ്വത്തിൽ നിന്ന് പാവങ്ങൾക്ക് വിതരണം ചെയ്യാനും നിർബന്ധിതമായി സമൂഹത്തോട് അവകാശപ്പെട്ട ദർശനമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പരിശുദ്ധമായ റമദാൻ സമാഗതമാകുമ്പോഴും അല്ലാത്തപ്പോഴുമൊക്കെ നമ്മൾ വ്യത്യസ്തങ്ങളായ സക്കാത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറുണ്ട്. എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കുന്നത്? നമ്മുടെ എല്ലാവരുടെയും സ്വത്ത് നാം വിയർപ്പൊഴുക്കി കഷ്ടപ്പെട്ടു നേടിയ സ്വത്തിൻ്റെ 2.5% സമൂഹത്തിലെ അധസ്ഥിതരായ പാവങ്ങളായ മനുഷ്യർക്ക് പങ്കുണ്ട് എന്ന് പഠിപ്പിച്ച മനോഹരമായ ഒരു ദർശനത്തെ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് പാവങ്ങളായ ആളുകൾക്കുള്ള വിഹിതം അവരുടെ അവകാശമാണെന്ന് തിരിച്ചറിഞ്ഞ് നാം അവരുടെ വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അവരുടെ കൈകളിലേക്ക് അതിൻ്റെ സക്കാത്തുമായി ബന്ധപ്പെട്ട വിഹിതങ്ങളെ എത്തിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ധനം കൈകാര്യം ചെയ്യുന്ന സ്ഥലങ്ങളിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളെ, നിർദ്ദേശങ്ങളെ, സമൂഹത്തിൻ്റെ വളർച്ചയെ, വികാസത്തെ പരിശുദ്ധമായ ദീൻ അടയാളപ്പെടുത്തുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന വലിയ സ്വത്തുവകകളുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പാരത്രികമായ ലക്ഷ്യത്തെ മാത്രം കാംക്ഷിച്ചുകൊണ്ട്, പടച്ചവൻ്റെ പ്രീതിയെ കാംക്ഷിച്ചുകൊണ്ട് സമൂഹത്തിലെ അടുത്ത ഒരു വിഭാഗത്തിൻ്റെ വളർച്ചയ്ക്ക്, വികാസത്തിന്, ഉന്നമനത്തിന്, മനുഷ്യരുടെ നന്മയെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് വഖഫ് സ്വത്തുകൾ വഖഫായി നൽകിയിട്ടുള്ളത്. അത് എമ്പാടും സ്വത്തുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. കേരളത്തിൻ്റെ കണക്ക് പറഞ്ഞാൽ തന്നെ നമുക്ക് ആ വഖഫ് സ്വത്തിൻ്റെ വികാസങ്ങളും വിശാലതയും മനസ്സിലാകും. പ്രിയപ്പെട്ടവരെ, അതിലെത്രയോ അധികമാണ് നമ്മളെക്കാൾ 10 ഇരട്ടിയിലധികം വരുന്ന മുസ്ലിങ്ങൾ താമസിക്കുന്ന രാജ്യത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ, പ്രത്യേകിച്ച് മുഗൾ ഭരണത്തിൻ്റെ മുസ്ലിം ഭരണാധികാരികളുടെ ഇന്നലകളുടെ ചരിത്ര പാരമ്പര്യത്തെയും പ്രൗഢിയെയും അടയാളപ്പെടുത്തുന്ന ഇടങ്ങളിലൊക്കെയുള്ള വഖഫ് സ്വത്തുകളെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വഖഫ് സ്വത്തുകൾ ഒരാളിൽ നിന്നും പിടിച്ചെടുത്തതല്ല, സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ സ്വന്തമായ ഉടമസ്ഥാവകാശത്തിന് കീഴിലുള്ള ഒരു വസ്തുവല്ലാതെ വഖഫ് ചെയ്യാൻ അനുമതിയില്ല. ആ തെറ്റിദ്ധാരണ സമൂഹത്തോട് നമ്മൾ വിളിച്ചു പറയേണ്ടതുണ്ട്. എൻ്റെ കയ്യിൽ, എൻ്റെ കൈവശം, എൻ്റെ പോക്കറ്റിലിരിക്കുന്ന പേന എനിക്ക് പടച്ചവൻ്റെ മാർഗത്തിലേക്ക് നൽകാം. പക്ഷേ ഈ വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ഏതെങ്കിലും പണ്ഡിതന്മാരുടെ പോക്കറ്റിലിരിക്കുന്ന പേനയിലേക്ക് നോക്കി ഞാൻ അവരെ ആദരിക്കുന്നത് കൊണ്ട്, അവരെൻ്റെ സുഹൃത്തുക്കളായതുകൊണ്ട്, നിങ്ങളൊക്കെ എന്നെ കേൾക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന പേന അത് ദൈവത്തിൻ്റെ മാർഗത്തിലേക്ക് ഞാൻ നിയ്യത്ത് ചെയ്ത് സംഭാവന ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൻ്റെ നിയമപ്രകാരം, ഇസ്ലാമിക് ജുറിസ്പ്രുഡൻസ് പ്രകാരം അതിനെ വഖഫായി പരിഗണിക്കുകയില്ല. അവിടെയാണ് കൃത്യമായി വിഷയമറിയേണ്ടത്. ഉടമസ്ഥാവകാശം കൃത്യമായി നിർണയിക്കപ്പെട്ടതിനെ തങ്ങളുടെ പാരത്രിക അവകാശങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ച മുൻഗാമികൾ, ആ മുൻഗാമികൾ ബാക്കി വെച്ചതാണ് ഇവിടെ മുസ്ലിം സമൂഹത്തിൻ്റെ കൈകളിലുള്ളതെല്ലാം. അത്തരം വസ്തുവകകളിലേക്ക് കണ്ണുവെച്ചുകൊണ്ട് കുറേ കാലമായി രാജ്യം ഭരിക്കുന്ന പലരും പല വിഷയങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. ഈ ബില്ലുകളൊന്നും പുതിയതല്ല. 2023 ഡിസംബറിൽ രാജ്യസഭയിൽ സമാനമായൊരു ബില്ല് വന്നിരുന്നു. ആ ബില്ലിനെ അവിടെ തന്നെ ഉപേക്ഷിക്കുകയും ചെയ്തു. പിന്നീട് സുപ്രീം കോടതിയിലേക്കൊരു കേസ് ഫയൽ ചെയ്തിരുന്നു. അതവിടെ തന്നെ ഉപേക്ഷിക്കുകയും ചെയ്തു. നിരന്തരമായ പരീക്ഷണങ്ങളുടെ ഉള്ളിൽ വർഗീയതയുടെ ലബോറട്ടറികളിൽ എങ്ങനെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ കീറിമുറിക്കാമെന്ന വിചാരധാരകൾക്കൊടുവിലാണ് ഇത്തരം സംവിധാനങ്ങൾ നമ്മുടെ പാർലമെന്റിലേക്ക് വരുന്നത്. പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ചു വീണതാണ് എന്നാരും സ്വപ്നം കാണേണ്ടതില്ല. അതിൻ്റെ എല്ലാം പിന്നിൽ കൃത്യമായ ചരിത്രങ്ങളുണ്ട്. ഈ വഖഫ് സ്വത്തുകൾ
മുസ്ലിങ്ങളുടെ അധീനതയിലുള്ള വഖഫ് സ്വത്തുകളെ പിടിച്ചെടുക്കുവാനും അതിൻ്റെ മേലെയുള്ള മുസ്ലിങ്ങളുടെ അവകാശങ്ങളെ നശിപ്പിക്കുവാനുമുള്ള ശ്രമങ്ങൾ വളരെ നാൾ മുമ്പേ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. സാധാരണ ഒരു കേസ് പോലെയല്ല. രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന പ്രശ്നത്തിൽ സാധാരണ കോടതികൾ ഇടപെടുകയും നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെങ്കിൽ രാജ്യമെമ്പാടും ചിതറിക്കിടക്കുന്ന വഖഫ് സ്വത്തുകളുടെ പിന്നിൽ കൃത്യമായ ഒരു ഇൻറ്റൻഷൻ ഉള്ളതുകൊണ്ട്, ആ നീയത്തിനനുസരിച്ച് അത് ക്രയവിക്രയം ചെയ്യണം എന്നുള്ളതുകൊണ്ട്, അതുപോലെ അത് ദൈവിക മാർഗത്തിലേക്ക് ചേർത്തു വെച്ചതായതുകൊണ്ട് സാധാരണ ഒരു വസ്തു കൈകാര്യം ചെയ്യുന്നത് പോലെയല്ല. എൻ്റെ വസ്തു ഞാൻ കൈകാര്യം ചെയ്യുന്നത് പോലെയല്ല പടച്ചവന്റെ മാർഗത്തിലേക്ക് ചേർക്കപ്പെട്ട ഒരു വസ്തുവിൻ്റെ കൈകാര്യം. അതിനുവേണ്ടിയാണ് നമ്മുടെ രാജ്യത്ത് കുറേ നാളുകൾ മുമ്പ് ഏകദേശം 3/4 നൂറ്റാണ്ടുകാലമായി വഖഫുമായി ബന്ധപ്പെട്ട വിവിധ ബോർഡുകൾ നിലവിലുള്ളത്. അതിൻ്റെ പ്രവർത്തനം, ഈ സ്വത്തുകളുടെ സംരക്ഷണവും ഇതിൻ്റെ ക്രയവിക്രയവും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളും ആരെങ്കിലും കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പിടിച്ചെടുത്ത് ആരാണോ വഖഫ് ചെയ്തയാൾ അയാളുടെ നീയത്തിനനുസൃതമായത് ഉപയോഗപ്പെടുത്തലും തുടങ്ങി ധാരാളം ചിട്ടവട്ടങ്ങളുള്ള ബോർഡുകളെ രൂപപ്പെടുത്തിയതിൻ്റെ പിന്നിൽ ഈ ലക്ഷ്യങ്ങളാണുള്ളത്. അല്ലാതെ വഖഫ് ബോർഡ് രാജ്യത്തിൻ്റെ ഉള്ളിൽ രൂപീകരിക്കപ്പെട്ട മറ്റൊരു മതസംഘടനയോ മത ബോഡിയോ സംവിധാനമോ അല്ല. രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് രാജ്യത്തെ വഖഫ് ബോർഡ് നിലവിലുള്ളത്, അതിൻ്റെ പ്രവർത്തനങ്ങളും നിലവിലുള്ളത്. കേന്ദ്രം അവതരിപ്പിക്കുന്ന വഖഫ് ബില്ല് രാജ്യത്തെ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങളെ നിഷേധിക്കുകയാണ്. ഈ ബില്ലുകൾ പാസ്സായി വരുന്നതിലൂടെ വഖഫ് സ്വത്തുകളിലേക്ക് പലർക്കും അന്യാധീനമായി കടന്നു വരാം. ഏതൊരു സ്വത്തും ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് ഞങ്ങളുടേതാണെന്ന് പറയാം, ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയാം, വേണമെങ്കിൽ കോടതിയിൽ പോകാൻ പറയാം. അവിടെയാണ് വഖഫ് ട്രൈബ്യൂണലുകൾക്കപ്പുറം സാധാരണ കോടതിയിലേക്ക് എത്തുമ്പോൾ പല കേസുകൾക്കും സംഭവിച്ച രൂപാന്തരം എന്തായിരുന്നു എന്ന് നമുക്ക് കൃത്യമായി ബോധമുള്ളതാണ്. ഈ വഖഫ് സംവിധാനങ്ങളെ പൊളിച്ചു കളഞ്ഞ് ആർക്കും ആരുടെയും സ്വത്തിനെ കൈകാര്യം ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ അപകടങ്ങൾ ഒരുപാടുണ്ട്. ഈ നമ്മുടെ നാട്ടിലെ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിലെ കണ്ണായ ഭൂമികൾ രാജ്യത്തെ ഏതെങ്കിലുമൊക്കെ അംബാനിമാർക്ക്, അദാനിമാർക്ക് അല്ലെങ്കിൽ വർഗീയതയ്ക്ക് കുടപിടിക്കുന്ന മനുഷ്യർക്ക് പതിച്ചു കൊടുക്കുന്ന ശൈലി രാജ്യത്ത് ഈ അടുത്ത കാലത്തായി കാണുന്നുണ്ട്. അയോധ്യയുടെ സമീപത്ത് ബഫർ സോണുകളായി പ്രഖ്യാപിച്ച ചില സ്ഥലങ്ങളുണ്ട്. ഹൈന്ദവ സഹോദരങ്ങൾ എൻ്റെ പ്രസംഗം കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം. സരയൂ നദിയുടെ തീരത്ത്, അയോധ്യയുടെ തീരത്ത് വ്യത്യസ്തങ്ങളായ ഇടങ്ങൾ ആരാധനകൾക്ക് അല്ലെങ്കിൽ ആരാധനകളുമായി ബന്ധപ്പെട്ട് ഹൈന്ദവർ പവിത്രമായി കണ്ടിരുന്ന പല പ്രദേശങ്ങളും ബഫർ സോണുകളായി പ്രഖ്യാപിച്ചിട്ട് അത് ആർക്കാണ് കൊടുത്തത്? ഹൈന്ദവ സമൂഹത്തിന് ആരാധനയ്ക്ക് വിട്ടുകൊടുത്തതല്ല. അത് അംബാനിക്കും രാകേഷ് മിത്തലിനും വിറ്റ കാഴ്ചയാണ് നമ്മുടെ രാജ്യത്ത് കാണുന്നതെങ്കിൽ, ഒന്നാമതും രണ്ടാമതും മൂന്നാമതുമായി നമുക്ക് പറയാനുള്ളത്, രാജ്യത്തെ പാർലമെന്റിന്റെ ഉള്ളിൽ അവതരിപ്പിക്കുന്ന ഈ ബില്ലുകൾ രാജ്യത്തിന്റെ കണ്ണായ സ്ഥലത്ത് ഏതൊക്കെയോ ഭൂമാഫിയയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നതാണ്. അത് അനുവദിച്ചു തരാൻ ഈ രാജ്യത്തെ പൗരന്മാർക്ക് മനസ്സില്ല എന്ന് പ്രഖ്യാപിക്കുന്നതാണ് സമരം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. രണ്ടാമതായി നമ്മൾ ശരിയായി ഇത്തരം വിഷയങ്ങളെ വായിക്കുകയും നമ്മുടെ നാട്ടിലെ വഖഫ് സ്വത്തുകളെ സംരക്ഷിക്കുന്നതിൽ മുന്നിട്ടിറങ്ങുകയും ചെയ്യുക. നമ്മുടെ സമീപത്ത് മുനമ്പം കുറേ ദിവസങ്ങളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ വർത്തമാനം നമ്മളെല്ലാവരും കേൾക്കുന്നതാണ്. ആ വിഷയ സംബന്ധമായി മറ്റു പല ചർച്ചകളും ഇവിടെ നടന്നിട്ടുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളെ കുറിച്ചാണ് എൻ്റെ സംസാരം ഇനി കടന്നു പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1964 മുതൽ കേസുമായി ബന്ധപ്പെട്ട് മുനമ്പത്തെ ഈ ഭൂമി ചർച്ചകളിലുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, പറവൂർ കോടതി പറഞ്ഞ വിധിയുണ്ട്, അതിൻ്റെ മേലെ ഹൈക്കോടതികൾ പറഞ്ഞ വിധിയുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കോടതികൾ പലതവണ ഇടപെട്ടിട്ടുണ്ട്. ആലോചിച്ചു നോക്കൂ, ഈ കാലമത്രയും ഇതിലൊന്നും മതം കടത്തി കയറ്റിയിട്ടില്ലാത്തവർ എന്തിൻ്റെ പേരിലായിരിക്കും 2024 ആകുമ്പോഴേക്ക് 2020കളുടെ ശേഷം ഈ തർക്കങ്ങളുടെ നടുവിലേക്ക് മതത്തെ വലിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്? അത് നമ്മുടെ രാജ്യത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന പുതിയ സംഭവ വികാസങ്ങളിലേക്കുള്ള ചൂണ്ടുപലകയാണ്. എല്ലാത്തിനും അപ്പുറം മതത്തെ അവതരിപ്പിച്ചുകൊണ്ട് ആ മതത്തിൻ്റെ പിന്നാലെ വർഗീയ ധ്രുവീകരണങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ശരിയായ സത്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമമാണ് നടത്തുന്നതെങ്കിൽ മുനമ്പം ഭൂമി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ കേസുകൾ എൻ്റെ സാധാരണക്കാരായ ആളുകൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. ആ കേസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇന്ന് തുടങ്ങിയതല്ല, 2020 തുടങ്ങിയതല്ല, 2010 തുടങ്ങിയതല്ല. ആ ഭൂമി വഖഫ് ചെയ്ത് വർഷങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ താമസിച്ചിരുന്ന 14 ആളുകൾ കേസുമായി ബന്ധപ്പെട്ട് രംഗത്തുണ്ട്. അന്നൊന്നും മതത്തെ വലിച്ചു കൊണ്ടുവരാത്ത ആളുകൾ ഇന്ന് അതിൻ്റെ മറവിലൂടെ മതത്തെ കൊണ്ടുവന്ന് മതത്തെ ഇഞ്ചക്ട് ചെയ്ത് രണ്ട് സമൂഹങ്ങളെ തമ്മിലടിപ്പിക്കുവാനുള്ള കൃത്യമായ അജണ്ടയാണ്
എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് എന്ന് ശരിയായി സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ താമസിക്കുന്ന ആളുകൾക്ക് കരമൊടുക്കാതിരിക്കാൻ ഏത് മുസ്ലിം സംഘടനയാണ് ഇവിടുത്തെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്? അവിടെ താമസിക്കുന്ന ആളുകൾ ലോണുകൾക്ക് ചെല്ലുമ്പോൾ ഏത് മുസ്ലിം സംഘടനയുടെ നേതാവാണ് ആ ലോൺ പാസ്സാകാതിരിക്കാൻ അവിടെ ചെന്നു നിന്നത്? ആലോചിച്ചു നോക്കൂ. ഈ കാലം അത്രയും അവർക്ക് കരമടയ്ക്കാൻ കഴിയാത്തത്, അല്ലെങ്കിൽ ലോൺ എടുക്കാൻ കഴിയാത്തത്, ഒരു മൊബൈൽ ഫോൺ പോലും EMI-യിൽ വാങ്ങാൻ ആ പ്രദേശത്തിൻ്റെ അവസ്ഥ പറയുമ്പോൾ സാധിക്കുന്നില്ല എന്ന് പറയുന്നവരില്ലേ? ആരാണത് തടഞ്ഞത്? കേരളത്തിലെ ഒരു മുസ്ലിം സംഘടനയുമല്ല. ഇവിടുത്തെ നിയമം വഴി വ്യവസ്ഥാപിതമായ നിയമം വഴി സ്ഥാപിതമായ നിയമ സംവിധാനങ്ങളാണ് ഇത്രകാലവും ആ ഭൂമിയിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിരുന്നത്. അല്ലാതെ മുസ്ലിങ്ങളല്ല എന്ന തിരിച്ചറിവ് ഒന്നാമതുണ്ടാകേണ്ടതുണ്ട്. നമ്മളാരും അവിടെ ചെന്നിട്ട് അവിടെയുള്ള മനുഷ്യർക്ക് കരമടയ്ക്കാതിരിക്കാൻ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവകാശങ്ങൾ നിഷേധിക്കാൻ ഇന്ന് വരെ ഒരു മുസ്ലിം സംഘടന അങ്ങനെ അവിടെ ചെന്നിട്ട് മനുഷ്യത്വ വിരുദ്ധമായി പെരുമാറിയതിൻ്റെ ഒരു വർത്തമാനവും സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി പറഞ്ഞു വെച്ചത്, ഈ സമരങ്ങളും ഈ കേസുകളും ഇതൊക്കെയും മുന്നേ നടന്നെങ്കിലും അത് വർഗീയമായിരുന്നില്ല. അതിൻ്റെ പിന്നിലേക്ക് വർഗീയതയെ കൊണ്ടുവന്ന് അതിൻ്റെ മറവിലൂടെ മറ്റെന്തൊക്കെയോ താല്പര്യങ്ങളെ കൂട്ടിക്കുഴയ്ക്കുകയാണ്. അവിടെ വീണ്ടും നമുക്ക് ചിലത് ചർച്ച ചെയ്യാനുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആലോചിച്ചു നോക്കൂ. നമ്മുടെ കേരളത്തിൽ വിവിധങ്ങളായ മുസ്ലിം പത്രങ്ങളുണ്ട്. ആ പത്രങ്ങളൊക്കെയും മുനമ്പം വിഷയത്തിൽ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുന്നവയാണ്. അവരെഴുതിയ മുഖപ്രസംഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പേരു പറഞ്ഞു തന്നെ നമുക്ക് പറയാം, ദീപിക കഴിഞ്ഞ കുറെ നാളുകളായി കേരളീയ സമൂഹത്തിന്റെ നടുവിൽ ഛർദ്ദിച്ചു വെക്കുന്നത് ഒന്നാം തരം വർഗീയ അജണ്ടയാണ് എന്ന് ഈ സമരം ഓർമ്മപ്പെടുത്തുകയാണ്. ആ ദീപിക ഉൾപ്പെടെയുള്ള പത്രം നടത്തുന്ന മാനേജ്മെന്റുകൾ അതിലൂടെ ലക്ഷ്യം വെക്കുന്നത് മുനമ്പത്ത് താമസിക്കുന്ന ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ ഉന്നമനമല്ല, ഏതൊക്കെയോ അധികാരികളെ തൃപ്തിപ്പെടുത്താനുള്ള ശ്രമമാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം ഈ സമൂഹത്തിനുണ്ട് എന്ന് സകല പത്രമാധ്യമങ്ങളോടും നമുക്ക് പറയാനുണ്ട്. ദീപികയിൽ വന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങളുടെ പ്രശ്നം എന്താണ്? പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമങ്ങളെ അതിലേക്ക് വലിച്ചിടുന്നു. ഞാൻ അതുകൊണ്ടാണ് ആമുഖം പറഞ്ഞു വെച്ചത്. എപ്പോഴാണ് ഇസ്ലാം അതിൻ്റെ ഇടയിലേക്ക് ചെന്നത്? മുസ്ലിങ്ങൾ അതിൻ്റെ ഇടയിലേക്ക് ചെന്നത്. നിങ്ങൾ കരമടയ്ക്കരുത് എന്ന് പറഞ്ഞത് നമ്മളല്ല, നിങ്ങൾക്ക് EMI തരരുത് എന്ന് പറഞ്ഞത് നമ്മളല്ല, ഈ രാജ്യത്തെ നിയമവും നിയമ സംവിധാനങ്ങളും ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ നടുത്തളത്തിലേക്ക് ഒരു വിശ്വാസി സമൂഹത്തെ വലിച്ചിട്ടു എന്ന് മാത്രമല്ല, മതത്തിൻ്റെ നിയമങ്ങളെ വളച്ചുകെട്ടി അവതരിപ്പിക്കുന്ന ഒരു ശൈലിയിലേക്കാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മുടെ കേരളത്തിൻ്റെ പരിസരത്ത് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന പത്രങ്ങളും പ്രഭാഷണങ്ങളും നടക്കുന്നത്. ഓ പ്രിയപ്പെട്ട ക്രൈസ്തവ സമൂഹത്തിലെ ഉന്നത പാതിരിമാരുൾപ്പെടെയുള്ളവർ, വ്യക്തിപരമായി പലരുമായും എനിക്ക് ബന്ധമുള്ളവരാണ്. ഞാൻ അവരോടൊക്കെയും പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ആവർത്തിച്ചു പറയുന്നു, കളവ് പറയരുത്. കളവ് പറയുന്നവൻ്റെ അപ്പൻ സാത്താനാണെന്നാണ് ബൈബിൾ പറയുന്നതെങ്കിൽ ഈ അടുത്ത കാലത്ത് നിങ്ങൾ പറഞ്ഞ ഏറ്റവും വലിയ കളവുകളിലൊന്ന് അത് മുനമ്പവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സമൂഹത്തെ ശിഥിലീകരിക്കാൻ പള്ളികളുടെ ഉള്ളിൽ നടത്തിയ പ്രഭാഷണങ്ങൾ ഉൾപ്പെടെയുള്ളത് സമൂഹത്തിൻ്റെ നടുത്തളത്തിൽ വലിയ ഛിദ്രതകൾ സൃഷ്ടിക്കുമ്പോഴാണ് വർഗീയത പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പണ്ഡിത സമൂഹവും ഈ സാധാരണക്കാരും രംഗത്തേക്ക് വരുന്നത്. വർഗീയത അതിൻ്റെ പിന്നിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ പിന്നിൽ വലിയ താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാനുള്ള ബോധവും യുക്തിയും മുസ്ലിങ്ങൾക്കുണ്ട്, മുസ്ലിം പത്രങ്ങൾക്കുണ്ട്, സാമൂഹിക നേതൃത്വങ്ങൾക്കുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ചു നോക്കൂ. എത്രയോ പള്ളികളിൽ നടക്കുന്ന വിഷലിപ്തമായ പ്രഭാഷണങ്ങൾ, മുദ്രാവാക്യങ്ങൾ. ഈ മുദ്രാവാക്യങ്ങളും വിഷലിപ്തമായ പ്രഭാഷണങ്ങളും കൊണ്ട് സത്യത്തെ മൂടിവെക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനനുവദിക്കുകയില്ല എന്ന് വിളിച്ചു പറയാനാണ് ഞങ്ങളുടെ സമരപ്പന്തലുകളുള്ളത്. അനുവദിക്കുകയില്ല. എത്ര വളച്ചുകെട്ടിയാലും, എത്ര മുഖപ്രസംഗം എഴുതിയാലും, എന്തെല്ലാം തരത്തിലുള്ള കളവുകളും നീചമായ ശ്രമങ്ങളും നടത്തി ഈ സമുദായത്തെ താറടിച്ചു കാണിച്ചാലും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനെതിരെ സംസാരിക്കുന്ന ആളുകളെ മുഴുവൻ വർഗീയവാദികളാക്കി ചിത്രീകരിക്കുന്ന ഒരിടപാടുണ്ട്. വർഗീയവാദിയാക്കി ചിത്രീകരിക്കുമെന്ന് വിചാരിച്ച് സത്യം പറയാതിരിക്കില്ല എന്ന തിരിച്ചറിവുണ്ടാകണം. വിളിച്ചു പറയുക തന്നെ ചെയ്യും. മുനമ്പത്തത് ശരിയായ വഖഫ് ഭൂമി തന്നെയാണ്. ആരാണ് പറയേണ്ടത്? ആ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട ആധാരം ചെയ്തവർ പറഞ്ഞില്ലേ ഇത് വഖഫാണ് എന്ന്. എത്ര സ്ഥലത്താണ് ആധാരത്തിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്? എൻ്റെ മുമ്പേ സംസാരിച്ചവരിവിടെ സംസാരിച്ചതും പറഞ്ഞ
പറഞ്ഞതുമെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടാകും. അള്ളാഹുവിൻ്റെ നാമത്തിൽ എഴുതി തുടങ്ങുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ പരിഭാഷ കൊണ്ട്, വ്യാഖ്യാനം കൊണ്ട്, അല്ലെങ്കിൽ മറുമൊഴി കൊണ്ട് എഴുതി തുടങ്ങുന്ന ഒരാധാരം, നമ്മൾ ആധാരം എഴുതുന്നത് അങ്ങനെയാണോ? എനിക്കെൻ്റെ വാപ്പ എഴുതുന്ന ആധാരത്തിൽ ബിസ്മി ഉണ്ടാകണമെന്നില്ല. നിങ്ങളുടെയൊക്കെ വീടുകളിൽ ആധാരങ്ങളില്ലേ? അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള കൃത്യമായ ചിന്തയും വിചാരവും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ആ ആധാരം ബിസ്മി കൊണ്ട് ആരംഭിക്കുകയും വിവിധങ്ങളായ ഇടങ്ങളിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുകൊണ്ട് തുടങ്ങി വെക്കുന്ന ആധാരം വഖഫാണ് എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. ആ ആധാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട രജിസ്റ്റർ ഓഫീസ് ഇവിടെയുണ്ട്, അല്ലാതെ മുനമ്പത്തെ ഭൂമി ആകാശത്തുനിന്ന് പൊട്ടി വീണതല്ല. എന്നു മാത്രമല്ല, ആർക്കാണോ എഴുതി കൊടുത്തിട്ടുള്ളത്, ഈ കേസിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രതി ഫറൂഖ് കോളേജാണ് എന്ന് വിളിച്ചു പറയാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, രണ്ട് ആളുകൾ തമ്മിലുള്ള പ്രശ്നം, രണ്ട് ലാൻഡ് ഓണേഴ്സ് തമ്മിലുള്ള പ്രശ്നം സമൂഹത്തിൻ്റെ നടുത്തളത്തിലേക്ക് വലിച്ചിട്ട് സാമൂഹികമായ മുസ്ലിം സമൂഹം തെരുവോരങ്ങളിൽ ഈ വർഗീയ പ്രചരണങ്ങളും മോശമായ വിചാരണകളും നേരിടുമ്പോൾ കാമ എന്ന് പറയാതെ ഒളിച്ചിരുന്ന ഫറൂഖ് കോളേജ് മുസ്ലിം ഉമ്മത്തിന് ലഭിക്കുന്ന ഇത്തരം നീചമായ ഈ വിഷയത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന നീചമായ കമൻസുകളുടെയും നീചമായ വർത്തമാനങ്ങളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും സമൂഹത്തിന്റെ മുമ്പിൽ നട്ടെല്ലു നിവർത്തി നിങ്ങൾ പറയുകയും വേണം, അത് വഖഫാണോ അല്ലയോ എന്ന്. വഖഫാണെന്നതിൽ നമുക്കാർക്കും സംശയമില്ല. 1951 ഫറൂഖ് കോളേജിന്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ 11/2/1951 ഫറൂഖ് കോളേജിന്റെ സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട്, കോളേജ് ഡേയുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ മാഗസിൻ, ആ മാഗസിന്റെ 3-ാമത്തെ പേജിൽ ഫറൂഖ് കോളേജിന് വഖഫായി ലഭിച്ച പ്രോപ്പർട്ടികളെ കുറിച്ചുള്ള ചർച്ചയുണ്ട്. ആ ചർച്ചയുടെ 4-ാമത്തെ ഖണ്ഡികയിൽ കാണാം, പള്ളിപ്പുറം എസ്റ്റേറ്റ് 404.76 ഏക്കർ ഈ ഭൂമി വഖഫായി നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ് എന്നതിൻ്റെ രേഖ 951 ഫറൂഖ് കോളേജിൽ നടന്ന കോളേജ് ഡേയുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമിൽ അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് പല കോടതി വ്യവഹാരങ്ങളിലും അവർ ഇത്തരം വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. 1969 അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എപ്പോഴാണ് സമൂഹം നിങ്ങളെ ഉത്തരവാദിത്തത്തോടെ ഏൽപ്പിച്ചൊരു ഭൂമി അത് ഗിഫ്റ്റ് ഡീഡാണെന്ന് പറഞ്ഞ് വെട്ടിമുറിച്ച് സ്വന്തം താല്പര്യക്കാർക്ക് കൊടുത്തത് എന്ന് ഈ സമൂഹത്തോട് വിളിച്ചു പറയാനുള്ള ഉത്തരവാദിത്തം ഫറൂഖ് കോളേജ് അധികൃതർക്കുണ്ട്, അല്ലെങ്കിൽ അവരെ കൊണ്ട് പറയിപ്പിക്കാൻ ഈ സമുദായം സന്നദ്ധമാണ് എന്ന് വീണ്ടും വീണ്ടും പറയാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഈ ഒളിച്ചുകളി അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ഒരു വിഭാഗം പറയുന്നു അത് വഖഫല്ല, ഒരു വിഭാഗം പറയുന്നു അത് ഗിഫ്റ്റ് ഡീഡാണ്, ഒരു വിഭാഗം പറയുന്നു അത് മറ്റെന്തെല്ലാമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വഖഫായിരിക്കുമ്പോൾ ഒരു പ്രസ്ഥാനത്തിന് മാത്രമല്ല, ഈ ഒരു സമൂഹത്തിന് മുഴുവനും അനുഭവിക്കാനുള്ള ഒരു വേദി, അല്ലെങ്കിൽ അനുഭവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സംവിധാനത്തെയാണ് ഇത്തരത്തിൽ സ്ഥാപിത താല്പര്യങ്ങൾക്കോ സ്വന്തം ഇഷ്ടങ്ങൾക്കോ അനുസരിച്ച് വെട്ടിമുറിച്ചിട്ടുള്ളത്. വഖഫ് സംരക്ഷണ വേദിയുടെ മുന്നിൽ നിന്ന് നമുക്ക് പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട്. മുനമ്പത്തെ മാത്രം ഭൂമിയല്ല. 2007 നിസാർ കമ്മീഷൻ പറഞ്ഞു, കേരളത്തിൽ 600-ലേറെ ഏക്കർ വഖഫ് അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ടെന്ന്. അതിൻ്റെ ഓരോ തുണ്ടും തിരിച്ചു പിടിക്കും വരെ സമരം ചെയ്യുമെന്ന് നാം പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട്. കാരണം അത് നമ്മുടെ മുൻഗാമികൾ നമ്മെ ഏൽപ്പിച്ചു പോയതാണ്. അവരുടെ നീയത്ത് ആ ഭൂമിയിൽ സുജൂദ് ചെയ്യണമെന്നാണ്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഇവിടുത്തെ സമൂഹത്തിന് വളർച്ചയുണ്ടാകണമെന്നാണ്. അവരുടെ നീയത്ത് അവിടെ ബാർ ഉണ്ടാകണമെന്നല്ല, അവിടെ റിസോർട്ട് ഉണ്ടാകണമെന്നല്ല, അവിടെ ആയുർവേദ സ്പാകൾ ഉണ്ടാകണമെന്നല്ല, അവിടെ മറ്റേതെങ്കിലും താല്പര്യങ്ങൾ ഉണ്ടാകണമെന്നല്ല. ആ സമൂഹത്തിന്റെ നീയത്ത്, മുൻഗാമികളുടെ നീയത്തിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ആവേശം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണമെന്ന് ഈ സമ്മേളനം നിങ്ങൾ ഓരോരുത്തരോടും ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സത്യങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്തുകൊണ്ടാണെന്നറിയില്ല, വിവിധങ്ങളായ സമയങ്ങളിൽ ഈ മുത്തവല്ലി പദവിയായി, അല്ലെങ്കിൽ ഈ വഖഫിനെ നോക്കി നടത്തേണ്ട പദവിയുള്ള ഈ ഫറൂഖ് കോളേജ് ഈ ആധാരത്തെയും ഈ ക്രയവിക്രയത്തെയും ഒക്കെ വളരെ നിസ്സാരമാക്കി സമൂഹത്തിന് ലഭിക്കേണ്ട ഈ ആനുകൂല്യങ്ങളെ നഷ്ടപ്പെടുത്തിയത് എന്ന് നാം വളരെ സങ്കടത്തോടെ ചിന്തിക്കുകയും അവരിൽ നിന്ന് കൃത്യമായ ഉത്തരം വേണമെന്ന് നമുക്ക് ശാഠ്യമുണ്ടാവുകയും വേണം. കാരണം അവരെയാണല്ലോ ഇത് നോക്കാൻ ഏൽപ്പിച്ചത്. ഇടയ്ക്ക് ചില നരേഷനുകളൊക്കെ കണ്ടു, വഖഫ് വെക്കുമ്പോൾ അതിൽ ചില ക്ലോസുകൾ വെക്കാൻ പാടില്ല അത്രേ. ഈ വേദിയിൽ എത്രയോ പണ്ഡിതന്മാരുണ്ട്. ഹനഫി മദ്ഹബ് പ്രകാരം ഈ കച്ചി മേമൻ വിഭാഗത്തിൽപ്പെട്ട ഈ സിദ്ദീഖ് സേട്ട് എഴുതി ചേർത്തിരിക്കുന്ന വഖഫ് ആധാരത്തിൽ ആ മദ്ഹബിന്റെ നിയമങ്ങൾക്ക് പുറത്തോ അല്ലെങ്കിൽ വഖഫ് അല്ലാതെ ആകുന്നതോ ആയ ഒരു ക്ലോസും വന്നിട്ടില്ല. എന്ന്
മാത്രമല്ല ഷാഫിഈ മദ്ഹബ് പ്രകാരവും അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. വാഖിഫിന് തൻ്റെ ഉദ്ദേശം നടന്നില്ലെങ്കിൽ ആ സ്വത്ത് തിരിച്ചെടുക്കാനുള്ള അവകാശം നമ്മുടെ പരിശുദ്ധമായ ഇസ്ലാമിലെ വ്യത്യസ്തങ്ങളായ മദ്ഹബുകൾ നൽകുന്നുണ്ട്. അതുമാത്രമാണ് അദ്ദേഹം എഴുതി ചേർത്തിട്ടുള്ളത്. ആ ക്ലോസുകൾ കാണിച്ച് മുസ്ലിം സമൂഹത്തിൻ്റെ ഭൂമി ഒന്നടങ്കം തട്ടിയെടുക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വിചാരവും മാറ്റിവെച്ചേക്കൂ എന്ന് പറയാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ചില ക്ലോസുകളുടെ പേരിൽ അത് വഖഫല്ല എന്ന് പറയാൻ ആരെയും നമ്മൾ ചുമതലപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ മതപരമായ നിയമം പറയണമെങ്കിൽ പണ്ഡിതന്മാർ പറയും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് തിരിച്ചറിയുക. പലരും ഇന്ന് അതിലെ ക്ലോസുകൾ വെച്ചിട്ട് അതിലൂടെ ലഭിച്ചിട്ടുള്ള ഭൂമി അത് തൻ്റെ പിന്മുറക്കാർക്ക് തിരിച്ചെത്തുമെന്നോ അല്ലെങ്കിൽ തിരിച്ചു കിട്ടണമെന്നോ ഒക്കെ പറയുന്ന ഭാഗങ്ങൾ ഉപയോഗപ്പെടുത്തി അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ മതത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ മതനിയമങ്ങളിൽ നിന്ന് അടർത്തി മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണ്. രണ്ടാമത് നമ്മൾ തിരിച്ചറിയേണ്ടത്, ഒരു സ്വത്ത് വഖഫ് ചെയ്യുന്നതോടെ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുകയാണ്. പിന്നെ അത് നോക്കി നടത്തുക എന്ന ഉത്തരവാദിത്തം മാത്രമാണ് അവിടെ ഫറൂഖ് കോളേജിനുള്ളത്. അഥവാ ആ കോളേജ് ഇല്ലാതെയായാൽ ആ ഭൂമി തിരിച്ചു വരുന്നത് ആരിലേക്കാണ്? ഈ സിദ്ദീഖ് സേട്ടടക്കമുള്ളവരുടെ കുടുംബത്തിലേക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ അവരുടെ സ്വകാര്യ സ്വത്തായി വരും എന്നല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വഖഫ് ചെയ്ത ഭൂമിയുടെ നോട്ടം, ഉത്തരവാദിത്തം, കൈകാര്യകർത്തൃത്വം അവരിലേക്ക് മടങ്ങി വരും എന്നാണ് അതിൻ്റെ ആശയം. ആ ആശയത്തെ കൃത്യമായി നാം മനസ്സിലാക്കുകയും പഠിക്കുകയും വിശാലമായി ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. കേരളീയ പരിസരത്ത് ഒരുപാട് തെറ്റിദ്ധാരണകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു വിഷയം. ആ വിഷയത്തെ രമ്യമായി പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മുസ്ലിമും എൻ്റെ ശബ്ദം കേൾക്കുന്നില്ല. നമുക്കെല്ലാവർക്കുമുള്ള ആഗ്രഹം അതുതന്നെയാണ്. അവിടെ പാവങ്ങളായ ആളുകൾ പലരും വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. ആരാണോ വഞ്ചിച്ചത് അവരിൽ നിന്ന് അർഹമായ പ്രതിഫലം വാങ്ങിക്കൊടുക്കണമെന്ന് പറയാത്ത ഒരു മനുഷ്യനും ഈ കൂട്ടത്തിലില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കൂട്ടത്തിലുള്ള പാവങ്ങളായ മനുഷ്യരെ ആരാണോ പറ്റിച്ചിട്ടുള്ളത്, ആരാണോ അവർക്ക് വ്യാജമായ അധികാരങ്ങളും വ്യാജമായ പ്രമാണങ്ങളും ചമച്ചു നൽകിയത്, അവരെ സമൂഹത്തിൻ്റെ മുമ്പിൽ വിചാരണ ചെയ്യുക തന്നെ വേണം. അവിടെയും നമ്മൾ ആലോചിച്ച് നോക്കൂ. സർക്കാരിൻ്റെ ഭൂമി കയ്യേറിയതുണ്ട്. അതുപോലെ അവിടെ താമസിക്കുന്ന മനുഷ്യരെ കുറിച്ചുള്ള ഊതിപ്പെരുപ്പിച്ച കണക്കുകൾ വന്നിട്ടുണ്ട്. 650 എന്ന് പറഞ്ഞതിൽ നിന്ന് ഇന്ന് ഏകദേശം വഖഫ് സംരക്ഷണ സമിതിയൊക്കെ ഇടപെട്ടു തുടങ്ങിയപ്പോൾ 130 അത് കുറഞ്ഞിട്ടുണ്ട്. വഖഫ് സംരക്ഷണ സമിതിയുടെ പ്രവർത്തനങ്ങൾ അതുകൊണ്ട് വലിയ നേട്ടമുണ്ട് എന്നുകൂടി ഈ സമ്മേളനത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. 600 ആളുകൾ 650 ആളുകൾ അവിടെ താമസിക്കുന്നു എന്ന് ആമുഖമെഴുതിയ, മുഖപ്രസംഗമെഴുതിയ, സംസാരം നടത്തിയ ആളുകൾ ഇന്ന് 138 കുടുംബങ്ങൾ എന്നതിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. 138 കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ അതിൻ്റെ മറുഭാഗത്തുള്ളവരോ, അവിടെയാണ് നമുക്ക് പറയാനുള്ളത്. ഈ 138 കുടുംബങ്ങളെയും ഈ സമരപ്പന്തലിലേക്ക് വലിച്ചിഴച്ച് അവരുടെ അവകാശങ്ങൾ പോലും നഷ്ടമാകുന്ന തരത്തിൽ ആ സമരങ്ങൾക്ക് ഫണ്ട് ചെയ്ത് അതൊരു മതവിഷയമാക്കി മാറ്റി തീർക്കാൻ ശ്രമിച്ചത് അവിടെയുള്ള മാഫിയകളാണ് എന്ന് പലപ്പോഴും നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും. നമ്മൾ തീരുമാനമെടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഉറച്ചു മുന്നോട്ട് പോകാൻ ഒരുങ്ങുകയാണ്. ആരാണോ അത്തരം അജണ്ടകൾക്ക് പിന്നിലുള്ളത്, അവിടുത്തെ പാവങ്ങളായ മനുഷ്യരെ ചേർത്തു പിടിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ളത്. അതിനപ്പുറം അവിടെ സുഖവാസ കേന്ദ്രങ്ങൾ കെട്ടി അടയിരിക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ പിടിച്ചിറക്കുക തന്നെ ചെയ്യുമെന്ന് വിളിച്ചു പറയാൻ നമ്മുടെ സമരപ്പന്തകൾ നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. പാവങ്ങൾ അറിയാതെ വാങ്ങിപ്പോയവരുണ്ടാകാം, പ്രയാസപ്പെട്ടവരുണ്ടാകാം, ഒരുപാട് വിഷമങ്ങളും ത്യാഗങ്ങളും സഹിച്ചവരുണ്ടാകാം. അവരുടെ കണ്ണീരിനൊപ്പം തന്നെ നിൽക്കും, അവരെ ചേർത്തു പിടിക്കും. അതിനപ്പുറം അധികാരികളെ വിലക്കെടുക്കാൻ പാകത്തിൽ അവിടെ കെട്ടിപ്പൊങ്ങിയിട്ടുള്ള ബിസിനസ്സുകൾ അതിനെ ഒന്നൊന്നായി അഴിച്ച് താഴെ ഇറക്കാൻ കൂടിയാണ് മുനമ്പത്തെ സമരപ്പന്തലുകളിൽ നിന്നുയരുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഇടപാടുകളും സംഭാഷണങ്ങളും ഉണ്ടാകേണ്ടത്. അതിന് വിവിധങ്ങളായ വഴികളെ ആശ്രയിക്കാം. ഈ ഒരു സമ്മേളനം മാത്രം പോരാ. വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ സമൂഹത്തിൻ്റെ തെറ്റിദ്ധാരണകൾ നാം തിരുത്തി കൊടുക്കുക. സമൂഹത്തിൻ്റെ നടുത്തളത്തിൽ ഇസ്ലാമിക നിയമങ്ങളെ വലിച്ചു കീറുമ്പോൾ അല്ല, ഇസ്ലാമിൻ്റെ ശരിയായ സുന്ദരമായ നിയമങ്ങൾ ഇങ്ങനെയാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. നമ്മുടെ മഹല്ലുകൾ, വിദൂര ഭാവി കൂടി ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ മഹല്ലത്തുകൾ, ആ മഹല്ലത്തുകളുടെ ഡോക്യുമെന്റുകൾ കൃത്യമായി സൂക്ഷിക്കുന്നതിൽ മഹല്ല് ഭാരവാഹികൾ തയ്യാറാവുക. പല സ്ഥലങ്ങളിലും യുപിയിലും ഹരിയാനയിലും ബംഗാളിലും ബീഹാറിലുമൊക്കെ സഞ്ചരിക്കുന്നയാളാണ് ഞാൻ. പല സ്ഥലങ്ങളിലും പല സമയങ്ങളിലും സുജൂദ് ചെയ്ത പള്ളികൾ പിന്നെ കാണാറില്ല. തിരിച്ചു വരുമ്പോൾ അവിടെയുള്ള മുസ്ലിങ്ങളോട് നമ്മൾ ചോദിക്കാറുണ്ട്, ഇവിടുത്തെ പള്ളികൾക്ക് എന്തു പറ്റി? കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ ഇവിടെയാണല്ലോ നിസ്കരിച്ചിരുന്നത്. അവർ പറയും, മൗലാന സാബ് ഒരു ദിവസം
ഇവിടെ വന്ന് ഞങ്ങളുടെ പള്ളി പൊളിച്ചു കളഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് കോടതിയിലേക്ക് പോയില്ല? ഉടനെ അവർ പറയും, ഞങ്ങൾക്ക് ഈ പള്ളി ഇങ്ങനെ മാറി കയ്യിൽ കിട്ടിയതേ ഉള്ളൂ, ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെന്റ്സും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കീഴ്ക്കോടതിയിൽ തന്നെ അത്തരം പള്ളികളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഞങ്ങൾക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു എന്ന് പറയുന്ന എത്രയോ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളുണ്ട്, എത്രയോ സ്ഥലങ്ങളുണ്ട്. അത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ മഹല്ല് കമ്മിറ്റികൾ നമുക്ക് പല കാലങ്ങളിലായി കിട്ടിയ ഭൂമികളുണ്ട്, കാലങ്ങളായി രാജ്യം സ്വാതന്ത്ര്യമാകുന്നതിന് മുമ്പേ തന്നെ നമുക്ക് കിട്ടിയ ഭൂമികളുണ്ട്. അതിൻ്റെ ഡാറ്റകൾ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ മഹല്ല് കമ്മിറ്റികൾ കൃത്യമായ ധാരണയോടുകൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. എവിടെയാണ് പാരമ്പര്യം പറയും ഇത് 1200 കൊല്ലം പഴക്കമുള്ള പള്ളിയാണ്, അതിൻ്റെ ഡാറ്റ ചോദിച്ചാൽ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നതിന് പകരം സമൂഹത്തിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ കൃത്യമായി മനസ്സിലാക്കി നമ്മുടെ കൂടെയുള്ള നിയമം അറിയുന്ന മനുഷ്യരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിനാവശ്യമായ രേഖകൾ തയ്യാറാക്കി വെക്കുക. അവിടെ വീണ്ടും നമ്മൾ ആലോചിച്ച് നോക്കൂ, 800 വർഷം 900 വർഷം 1000 വർഷമൊക്കെ പഴക്കമുള്ള കാലങ്ങളായി മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്ന വഖഫ് ബൈ യൂസർ എന്ന നിയമത്തിൻ്റെ കീഴിൽ വരുന്ന പള്ളികളുണ്ട്. അത്തരം സ്ഥാപനങ്ങൾക്ക് പോലും ഇന്ന് വലിയ ഭീഷണിയാകുന്ന തരത്തിലേക്കാണ് വഖഫ് ബില്ലുകൾ വരുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുക. ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് മുനമ്പത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ കൃത്യമായി ആധാരമുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള അവിടെയാണ് ഒരു മനുഷ്യൻ, മരിച്ചുപോയ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ തൻ്റെ പരലോകമുദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പരലോക പ്രാപ്തിക്കു വേണ്ടി മോക്ഷത്തിനു വേണ്ടി സമ്മാനിച്ച ഒരു ഭൂമിയെ വിവാദങ്ങളിലേക്ക് വലിച്ചിട്ട് എത്ര വർത്തമാനമാണ് നമ്മൾ പറഞ്ഞത്. ആ മനുഷ്യൻ എവിടുന്നോ തട്ടിയെടുത്തതാണെന്ന്, പാട്ടത്തിനെടുത്തതാണെന്ന്, അല്ലെങ്കിൽ ഏതോ ആളിൻ്റെ കയ്യിൽ നിന്ന് വാടകയ്ക്കെടുത്തതാണെന്ന് എത്ര എഴുത്തുകളും വർത്തമാനങ്ങളുമാണ് വന്നത്. ഫറൂഖ് കോളേജ് തന്നെ എത്ര വർത്തമാനങ്ങളാണ് പറഞ്ഞത്. നമ്മുടെ മുൻഗാമികളെ മീഡിയയ്ക്കും ആവശ്യമില്ലാത്ത ചർച്ചകൾക്കും വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന ഈ പ്രവണത നിർത്തിയിട്ട് നട്ടല്ലുണ്ടെങ്കിൽ അവർ ബാക്കി വെച്ചത് സംരക്ഷിക്കാൻ ഇറങ്ങൂ എന്ന് ഉമ്മത്തിനോട് വിളിച്ചു പറയുകയാണ്. അയാളുടെ ഈമാനും അയാളുടെ ഹിദായത്തും അയാളുടെ ഇന്റൻഷനും അയാളുടെ നീയത്തും അയാൾ നൽകിയതുമായി ബന്ധപ്പെട്ട ആ മനുഷ്യനെ വലിച്ചു കീറുന്നതിന് പകരം ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ തൻ്റെ പാരത്രിക മോക്ഷത്തിന് ചെയ്തു വെച്ചതിനെ വലിച്ചു കീറി ഇസ്ലാമിക വിരോധികളുടെ അണ്ണാക്കിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് നട്ടല്ലുണ്ടെങ്കിൽ നിങ്ങളുടെ മുൻഗാമികൾ നൽകിയതിനെ സംരക്ഷിക്കാൻ തയ്യാറാകൂ എന്നുകൂടി നാം ഓരോരുത്തരും നമ്മുടെ സമൂഹത്തോട് വിളിച്ചു പറയുക, നമ്മുടെ സമൂഹങ്ങളോട് പറയുക. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇന്നലെയോ ഞാൻ ഒരു പ്രസ്താവന കണ്ടു. മുനമ്പത്തെ സമരപ്പന്തലിലെത്തുന്ന പല ആളുകളും വ്യത്യസ്തങ്ങളായ പ്രസ്താവനകൾ നടത്താറുണ്ട്. എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നടത്തുന്ന പ്രസ്താവനകൾ അത് ശ്രദ്ധിക്കുക തന്നെ വേണം. കാരണം ഇവിടുത്തെ മുസ്ലിം സമൂഹം, ആ മുസ്ലിം സമൂഹം ഒരു നാഥനില്ല, കളരിയല്ല, അല്ലെങ്കിൽ ആർക്കും വന്ന് ഓടിക്കേറി എന്ത് വില കുറഞ്ഞ അഭിപ്രായവും പറയാനുള്ള ഒരു ചാഞ്ഞ മരമല്ല. കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന തിരിച്ചറിവ് എല്ലാവരിലും ഉണ്ടാകണം. രണ്ടാമത് കോട്ടയം MP-യുടെ പ്രസ്താവന മിനിഞ്ഞാന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അവരടക്കം എല്ലാവരോടും നമുക്ക് പറയാനുള്ളത്, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന് വർത്തമാനം പറയുമ്പോൾ കൃത്യമായ വിഷയത്തെക്കുറിച്ചുള്ള ധാരണയുണ്ടാവുക. നിങ്ങളെ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുത്തത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ മാത്രം വോട്ടല്ല. ഇവിടുത്തെ മതേതര സമൂഹം, ഇവിടെ ജനാധിപത്യവും വർഗീയതയില്ലാതെ മതമൂല്യങ്ങൾ ഉൾക്കൊണ്ട് മനുഷ്യർ പരസ്പരം ഒന്നായിരിക്കണമെന്ന് ആഗ്രഹിച്ച മനുഷ്യരുടെ ഒക്കെയും വോട്ട് വീണിട്ടാണ് നിങ്ങളിൽ പലരും അവിടെ ഇരിക്കേണ്ടത്. നിങ്ങളുടെ ഭാഷ ഒരിക്കലും രാജ്യത്തെ വർഗീയവാദികളുടെ ഭാഷയാകരുത്, അത് മനുഷ്യരുടെ ഭാഷയായി മാറണമെന്നുകൂടി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മുസ്ലിം സമൂഹം, മുസ്ലിം സമൂഹത്തിലെ സംഘടനകൾ, മുസ്ലിം സമൂഹത്തിൻ്റെ മഹല്ലുകൾ ഒറ്റക്കെട്ടായി ഇത്തരം വിഷയങ്ങളിൽ സമൂഹത്തെ തേജോവധം ചെയ്യുകയും തെരുവോരങ്ങളിലൂടെ തെറി വിളിച്ച് പ്രകടനം നടത്തുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ എല്ലാവരും ഉറക്കം വെടിഞ്ഞ് രംഗത്തേക്ക് വന്ന് ഈ വിഷയത്തെ എൻ്റെ വിഷയമായി ഏറ്റെടുക്കുവാനുള്ള ഊർജവും ആർജവവും എല്ലാവരിലും ഉണ്ടാകണമെന്ന് ഈ പന്തലും ഈ പ്രഖ്യാപന സമ്മേളനങ്ങളും ഈ പൊതുസമ്മേളനങ്ങളും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. സത്യത്തോടൊപ്പം നിലകൊള്ളുക, നീതിയോടൊപ്പം നിലകൊള്ളുക. നമ്മൾ ന്യായത്തോടൊപ്പമായതുകൊണ്ടാണ് ഇതര മത സുഹൃത്തുക്കൾ പോലും നമ്മുടെ വിഷയങ്ങളിൽ, നമ്മുടെ വേദികളിൽ വന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ന്യായത്തിൻ്റെയും നീതിയുടെയും പക്ഷത്തു നിൽക്കുന്നതിന് ഒന്നും നോക്കേണ്ടതില്ല. ആ നീതിയുടെയും ന്യായത്തിൻ്റെയും പക്ഷത്തുറച്ചു നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ സൗഹാർദ്ദങ്ങളിലും രാജ്യത്തിൻ്റെ മനോഹരമായ സന്ദേശങ്ങളിലും ഒന്നിച്ചു ജീവിക്കുന്ന, പരസ്പരം കൈകോർത്ത് ജീവിക്കുന്ന നമ്മുടെ പാരമ്പര്യവും അതൊക്കെയും നിലനിർത്തുക. മുസ്ലിങ്ങളെക്കാലവും അങ്ങനെ തന്നെയായിരുന്നു. ആ ചിന്തയിൽ മുന്നോട്ട് ഗമിക്കുന്നതിൻ്റെ ഇടയിൽ ശരിയായി സമുദായത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ സമുദായത്തിൻ്റെ
ഇസ്സത്ത് നിലനിർത്തിക്കൊണ്ട് ഒന്നായി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വീക്ഷണങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, രാഷ്ട്രീയ ഭിന്നതകൾ ഉണ്ടാകാം, അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും എൻ്റെ ഐഡിയോളജിയോട്, എൻ്റെ ആശയങ്ങളോട് യോജിക്കാത്തവരുണ്ടാകാം, എൻ്റെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകളോട് യോജിക്കാത്തവരുണ്ടാകാം. പക്ഷേ നമ്മളെല്ലാവരും വിശ്വാസികൾ എന്ന നിലയിൽ ഒറ്റക്കെട്ടാണ്. ഇത്തരം വിഷയങ്ങളിൽ വരുമ്പോൾ ആ വിഷയങ്ങളിൽ ഐക്യത്തോടെ ഒരു നൂലിൽ കോർത്തിട്ട മാലകളെപ്പോലെ ഒന്നിച്ചിരുന്ന വിഷയത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളവരായി ചർച്ച ചെയ്ത് അത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ നമുക്കെല്ലാവർക്കും കഴിയണമെന്നുകൂടി ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കുന്നു. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും 1000 സന്തോഷങ്ങൾ പങ്കുവെച്ച് വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതേ വേദിയിൽ ഉസ്താദ് അലിയാർ കാസ്മി നടത്തിയ ഉദ്ഘാടന പ്രസംഗവും എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ പ്രേം ബാബുവിൻ്റെ വിലപ്പെട്ട കണ്ടെത്തലുകൾ അടക്കമുള്ള പ്രഭാഷണങ്ങൾ ഞങ്ങൾ അടുത്ത വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വഖഫ് ആധാരം എന്ന് എഴുതിയത് വഖഫല്ല എന്ന് പറയുക, വഖഫല്ലാതാക്കാൻ വേണ്ടി ഒരു സമൂഹം ശ്രമിച്ചുകൊണ്ടിരിക്കുക. എടപ്പള്ളി വില്ലേജ് ഓഫീസിൽ വിവരാവകാശ പ്രകാരം ചോദിച്ചപ്പോൾ വഖഫ് ആധാരം എന്ന് ടിക്ക് ചെയ്തിട്ട് മറ്റു 3നും ബാധകമല്ല 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 എന്ന് എഴുതി കൊടുത്ത രേഖകൾ നമ്മുടെ കൈവശം ഇരിപ്പുണ്ട്. വഖഫ് ആധാരം മാത്രമാണ് എന്ന് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് കിട്ടിയ ഉത്തരം. എന്നിട്ടും വഖഫ് ആധാരമല്ലെന്ന്. എത്രമാത്രം സ്വന്തം മനസാക്ഷിയെ വഞ്ചിക്കുകയാണ് ഈ ദുഷ്ടശക്തികൾ, അകത്തും പുറത്തുമുള്ളവർ. നിങ്ങൾ ആലോചിക്കണം. ഇത് പറയേണ്ടത് ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത നമുക്കില്ലേ? നമ്മൾ ആരെങ്കിലും കൊള്ള ചെയ്യാൻ ശ്രമിക്കുന്നതാണോ? കോടതി വിധി നമുക്കെതിരായാൽ നമ്മളിവിടെ ഒരു കലാപം നടത്താൻ പോകുന്നില്ല. പക്ഷെ കോടതിയെയും സമൂഹത്തെയും ഇത് ബോധ്യപ്പെടുത്തുക എന്ന ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ കുഴപ്പക്കാരും ഇത് പിടിച്ചെടുത്തിട്ട് ഇത് ഈ ആധാരമൊക്കെ നിലനിൽക്കുക വഖഫല്ലെന്ന് പറയുന്നവരും മിടുക്കന്മാരും രാജ്യസ്നേഹികളും ഒക്കെയാണെന്ന് പറഞ്ഞാൽ അതങ്ങ് കേട്ടുകൊണ്ട് വിഴുങ്ങിക്കൊണ്ടിരിക്കും. നമ്മളെ കൊണ്ട് പറ്റുമോ? പള്ളിക്കകത്ത് ജനാധിപത്യ സമരത്തിന്റെ മുഖങ്ങളെല്ലാം മാറ്റി പള്ളിക്കകത്ത് ഒരു മതപരമായ സമരം നടത്തുന്നതിന്റെ ആവശ്യം എന്താണ്? ഇനി ഇത് നിയമപരമായി നിലനിൽക്കുന്നതാണ് എങ്കിൽ ഇവർ സമരം ചെയ്യുന്നത് എന്തിനാണ്? അവരെന്തിനാണ് നിയമപരമായി നിലനിൽക്കുന്നെങ്കിൽ അവർക്ക് നിയമം തരാൻ ഇവിടുത്തെ കോടതി ബാധ്യസ്ഥമാണ്. ഏത് നിമിഷവും കോടതി പോയാൽ 1954 വഖഫ് ആക്ട് 36A മുതൽ 1995 51 മുതൽ 56 വരെ ആക്ടുകൾ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാത്തവരല്ല ഈ സംഘപരിവാറിലുള്ളവർ. അവർക്ക് അതിനുള്ള ബുദ്ധിജീവികളുണ്ട്, നിയമവിഭാഗങ്ങളുണ്ട്. പക്ഷേ വളരെ ബോധപൂർവം അത് തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഈ ഭൂമി വഖഫിൻ്റെതാണെന്ന് പ്രഖ്യാപിക്കാതെ 1 ഇഞ്ച് പോലും ഭൂമി നിയമപരമായി അവിടെ ആർക്കും കിട്ടാൻ പോകുന്നില്ല.